ഓക്കെ. ഇനി നമ്മൾ എന്താണ് കോൺസ്റ്റൻസ് എന്നാണ് നോക്കുന്നത്. സംടൈംസ് നമുക്ക് പ്രോഗ്രാമിൽ എന്ത് വേണ്ടി വരും? വി നീഡ് ടു ഹാവ് വാല്യൂസ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഐ നീഡ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയ ഓഫ് എ സർക്കിൾ. You know the formula that is actually pi r square. Okay, that is the area, pi r square. Then അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്കറിയാം വിൽ ഗെറ്റ് ദ റേഡിയസ് നമുക്ക് കിട്ടും. ആക്ച്വലി റേഡിയസ് എന്തായിരിക്കും? വേരിയിങ് ആയിരിക്കും. സോ ഐ ജസ്റ്റ് ഡിഫൈൻ എ വേരിയബിൾ റേഡിയസ് ഹിയർ. Then I'm going to define a float. There is no float here and this is black box. Okay, and double float എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പൈയുടെ വാല്യൂ ഞാൻ ഡിഫൈൻ ചെയ്തു. ഐ നീഡ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു ഹാവ് എ ഡബിൾ ഏരിയ. ബിക്കോസ് ഈ പൈയുടെ വാല്യൂ 3.14 ആണ്. അതിൻ്റെ കൂടെ എന്ത് ഇൻഡിവിജ്വൽ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഡബിൾ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. സോ യു ക്യാൻ ഹാവ് പൈ star r star r. This is the area. Okay, then you can print that area. Print area. എന്ന് ഞാൻ പ്രിന്റ് ചെയ്തു. Now you will get the area. Let me run this. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? നമ്മളുടെ മെയിൻ ഡോട്ടിൽ വന്നിട്ട് റൺ ചെയ്തു. യു ഗോട്ട് 78.525. ഓക്കെ, and ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏത് റേഡിയസ് എടുത്താലും ഈ പൈയുടെ വാല്യൂ എന്ത് ചെയ്യാൻ പോകുന്നില്ല? ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സോ യു ക്യാൻ make pi a constant. ഓക്കെ, പൈ നമുക്കൊരു കോൺസ്റ്റന്റ് ആക്കി മാറ്റാം. അപ്പോൾ പൈയെ നമുക്ക് കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? വേരിയബിൾ ആയിട്ടാണ് പൈയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ യു ക്യാൻ ഡിഫൈൻ ദിസ് ആസ് എ കോൺസ്റ്റ് വിത്ത് ദ കോൺസ്റ്റ് കീവേഡ്. കോൺസ്റ്റ് പൈ ഈക്വൽ ടു 3.14 എന്ന് ഞാൻ എഴുതി. ഓക്കെ, ആൻഡ് ലെറ്റ് മീ കമന്റ് ദിസ് തിങ്. ഒരേ പേരിൽ രണ്ട് വേരിയബിൾ പറ്റില്ല. വേരിയബിൾ നെയിംസ് കേസ് സെൻസിറ്റീവ് ആണ്. ഒരേ പേരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കോൺസ്റ്റ് പൈ ഈക്വൽ ടു 3.14 എന്ന് എഴുതി. നൗ എവറിത്തിങ് ഈസ് വർക്കിംഗ് ആസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ. ബട്ട് ദിസ് ഈസ് എ കമ്പൈൽ ടൈം കോൺസ്റ്റന്റ്. ഇതൊരു കമ്പൈൽ ടൈം കോൺസ്റ്റന്റ് ആണ്. നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ കോൺസ്റ്റ് ആക്കി വെച്ചേക്കാണ്. കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് റൺ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യു കാണ്ട് അസൈൻ എ ന്യൂ വാല്യൂ. ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഐ എം ഗോയിങ് ടു ഹാവ് പൈ ഈക്വൽ ടു 5.25 എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ this is not possible because ഇത് എന്തായിരിക്കും? ഇവിടെ കണ്ടോ, കോൺസ്റ്റ് വേരിയബിൾസ് കാൺ ബി അസൈൻഡ് എ വാല്യൂ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, കോൺസ്റ്റ് വേരിയബിൾസ് കാൺ ബി അസൈൻ എ വാല്യൂ ബിക്കോസ് ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. ഇറ്റ്സ് എ കമ്പൈൽ ടൈം കോൺസ്റ്റന്റ്. യു കാൺട്ട് റീ അസൈൻ ഇറ്റ്. ഓക്കെ, ആ സമയത്ത് നമുക്ക് 6 ആയി. 6 എന്താവാൻ പറ്റും? ഇവിടെ ഞാൻ 6 ഇനീഷ്യലി 5 എന്നാണ് കൊടുത്തത്. കുറച്ച് കഴിഞ്ഞിട്ട് 6 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ റീ അസൈൻ ഇറ്റ്. 10 അസൈൻ ചെയ്യാം. അപ്പോൾ നമ്മളെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് അതനുസരിച്ച് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത്. കോൺസ്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് കോൺസ്റ്റൻസിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഇമ്മ്യൂട്ടബിൾ. ദാറ്റ് മീൻസ് യു കാൺ ചേഞ്ചസ്. ആ സമയത്ത് വേരിയബിൾസ് ആണെങ്കിൽ എന്തായിരിക്കും? മ്യൂട്ടബിൾ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മ്യൂട്ടേഷൻസ്, ചേഞ്ചസ് എന്താണ്? പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻസ് ഒക്കെ എന്തായിരിക്കും? ഇമ്മ്യൂട്ടബിൾ ആയിരിക്കും. ആൻഡ് ദീസ് ആർ മ്യൂട്ടബിൾസ്. ദിസ് തിങ് ഈസ് മ്യൂട്ടബിൾ. Okay, and this is how you declare a const variable in Dart. Okay, I hope you understand. How can you declare a const variable? Okay, I think it is clear. Okay, ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡാറ്റ ടൈപ്സ് എന്നുള്ളതാണ്. എങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡാർട്ടിലെ ഡാറ്റ ടൈപ്സ്. Okay, that may be a bit lengthier video because we have to discuss a lot of data types. Okay, so stay tuned.